ഹായ് മൈ ഫ്രണ്ട്സ്, ദിസ് ഈസ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സുസലോൺ എന്ന കമ്പനിയെക്കുറിച്ചാണ്. ഈ ഒരു കമ്പനിയെ ഞാൻ ട്രാക്ക് ചെയ്ത ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറേ ഫാക്ടേഴ്സ് നമുക്ക് ഇതുമായി സംസാരിക്കാനുണ്ട്. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 2008 മുതലാണ്. ആ സമയത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കമ്പനിയുടെ അന്നത്തെ റേറ്റിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ബൈങ്ങും സെല്ലിങ്ങും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. വൺ വാസ് സുസലോൺ എനർജി, മറ്റൊന്ന് യൂണിടെക് എന്ന ഒരു കമ്പനിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി കൂടി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉയർച്ചയും അതുപോലെ അതേ കമ്പനിയുടെ പതനവും നമുക്ക് ഫിസിക്കലി നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്ത ഒരു ബ്രാൻഡാണ് സുസലോൺ എന്ന് പറയുന്നത്. ഇനി എന്താണ് സുസലോൺ എന്ന് നോക്കാം. വിൻഡ് എനർജി ഉപയോഗിച്ചുകൊണ്ട് പവർ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് സുസലോൺ എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൗണ്ടർ മിസ്റ്റർ തുളസി താൻഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ കമ്പനിയെ ഫോം ചെയ്യുന്നത് 1995 അതിനൊരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മദർ കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ടെക്സ്റ്റൈലുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു മിസ്റ്റർ തുളസി എന്ന് പറയുന്നത്. സോ ദിസ് തുളസി he was actually suffering of lack of energy and cost. അദ്ദേഹം അതിനൊരു മറുമരുന്നായി അദ്ദേഹം വിൻഡ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഒരു പവർ പ്ലാന്റ് സ്ഥാപിക്കുകയും അതിലൂടെ ഹ്യൂജ് റിട്ടേൺ മീൻസ് കോസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ കുറച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ, ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ വളരെ വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. So he started thinking of capitalizing this opportunity in the market. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇന്ത്യയിലെ ഒരു മേജർ സപ്ലറായി അദ്ദേഹം മാറുകയും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഗ്ലോബൽ പ്രസൻസിലേക്ക് അദ്ദേഹത്തിൻ്റെ കമ്പനിയെ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു 1995 മുതൽ 2008 വരെ ഈ കമ്പനിയുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഒരു പുതിയ മേഖലകളിലേക്ക് അവർ ചെന്നെത്തുന്നു. അതിലൂടെ വളരെയധികം ലാഭം അവർ നേടിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ വലുതായ സ്പീഡിൽ ആ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ കമ്പനിയുടെ വളർച്ചയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സംഭവം വരുന്നു, ഒരു ഗ്ലോബൽ ക്രൈസിസ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഒരു വലിയ കമ്പനിയെ ഗ്ലോബൽ ക്രൈസിസ് ബാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി അബൌട്ട് സുസലോൺ എനർജി. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരേ കാറ്റഗറിയിലുള്ള കമ്പനികൾ, ചില ചെറുകിട ബിസിനസ്സുകാരെ വിഴുങ്ങുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ചെറിയ കടകളെ, പലചരക്ക് കടകളെ സൂപ്പർ മാർക്കറ്റുകൾ വിഴുങ്ങുന്ന പോലെ ഒരു സെക്ടറിലെ ചെറിയ പ്ലെയേഴ്സിനെ വലിയ പ്ലെയേഴ്സ് വീങ്ങുന്നതാണ് ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ മേജർ പ്ലെയേഴ്സിനെ ഗ്ലോബൽ ബ്രാൻഡുകളായി മാറുമ്പോൾ ഇവരെ എങ്ങനെ അവരുടെ ബിസിനസ് തകരുമെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ എഫക്ട് ദർ എക്കണോമിക് ക്രൈസിസ്. സോ ഗ്ലോബലി എപ്പോഴും ഒരു എക്കണോമിക് ക്രൈസിസ് വരുമ്പോൾ അതിനെ ആദ്യം ഫേസ് ചെയ്യുന്നത് ഗ്ലോബൽ ബ്രാൻഡുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെ HDFC ബാങ്ക് ഇറ്റ്സ് എ ഗ്ലോബൽ പ്ലെയർ. അതുപോലെ TCS, ഇൻഫോസിസ്, ഈ കമ്പനികളെല്ലാം ഗ്ലോബൽ പ്രസൻസ് ഉള്ള കമ്പനികളാണ്. സോ എന്തുകൊണ്ടും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ലോകത്ത് വന്നാൽ അതുമായി ബന്ധപ്പെട്ട് ആദ്യം തകർച്ചയെ നേരിടുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇത്തരം കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയാണ് അത് ആദ്യം ബാധിക്കുക. ഇപ്പോൾ 2008 ശേഷം നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ വന്നത് മിഡിൽ ഈസ്റ്റ് പോലുള്ള രാഷ്ട്രങ്ങളിലാണ്. 2008 മുതലാണ് മിഡിൽ ഈസ്റ്റിൽ നമ്മുടെ ക്രൈസിസ് തുടങ്ങുന്നതും
അവിടെ പല സ്ഥാപനങ്ങളും ഇല്ലാതാവുകയും വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും അതിനുശേഷം ആ മാറ്റങ്ങളിലൂടെ അവർ പുതിയ മേഖലകളിലേക്ക് കടക്കുകയും നിയോം പോലുള്ള പുതിയ സിറ്റികൾ പിന്നെ സൗദി മാർക്കറ്റിലെല്ലാം വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഗ്ലോബൽ ക്രൈസിസിൽ നിന്നും ശ്രദ്ധ തിരിച്ചുകൊണ്ട് വീണ്ടും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൻ്റെയൊക്കെ പിന്നെ ആഫ്റ്റർ എഫക്റ്റായി നമ്മൾ കാണുന്നത്. എന്നതുപോലെ സുസുലോൺ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദെയർ പ്രസൻസ് ബെറ്റർ ആൻഡ് മോർ ഇൻ ഇന്ത്യൻ ജോഗ്രഫി, ദേ സ്റ്റാർട്ടഡ് മൂവിങ് ഔട്ട് ഓഫ് ഇന്ത്യൻ മാർക്കറ്റ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ ഗ്ലോബൽ ക്രൈസിസിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത മാനേജ്മെൻറ്റിൻ്റെ വീഴ്ചകളെയുമാണ് ഈ സുസുലോൺ എനർജി നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബ്രാൻഡ്, സപ്പോസ് ഇഫ് ഐ ആം എക്സ്പ്ലെയിൻ ടു യു വിത്ത് സുസുലോൺ എനർജി ആസ് എ ബ്രാൻഡ്, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ബിസിനസ് ഓൾസോ. സോ നിങ്ങളുടെ ബിസിനസ് ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റൊരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആ സെക്ടറിൽ എന്ത് വരുന്നു, അതുപോലെ ഗ്ലോബലി എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു, നിങ്ങളൊരു ഗ്ലോബൽ ക്രൈസിസ് വന്നാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി ആണോ നിങ്ങളത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ശേഷമായിരിക്കണം നമ്മുടെ ടേക്ക് ഓവർ അതല്ലെങ്കിൽ മെർജിങ് എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ സുസുലോൺ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുസുലോൺ ആസ് എ ബിഗ് കമ്പനി ഇൻ ഇന്ത്യ or as a major player in the windmill energy sector, what they did, they tried to acquire more global brands and they started making agreements with a country like China. സോ ഈ ചൈനയിൽ നിന്നും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ അവിടെ നടത്തുന്നു. അതുപോലെ ലോകത്ത് എമ്പാടും അവരുടെ പ്രൊഡക്റ്റുകൾ വിതരണം ചെയ്യാൻ വേണ്ടി അവർ സംവിധാനം ഒരുക്കുന്ന സമയത്താണ് 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്യാഷ് ഫ്ലോ നിരക്കുകയും അതുപോലെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇവിടെ ബിസിനസ് നിൽക്കുന്ന അവസ്ഥയിൽ മെല്ലെ ഈ കമ്പനി കടത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കടത്തിലേക്ക് പോകുന്ന ഒരു അവസരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, ദിസ് കമ്പനീസ് ഷെയർ വാസ് ട്രേഡിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 400 rupees ദാറ്റ് ടൈം. 2008 സുസുലോന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് അറൌണ്ട് 400 rupees. പിന്നീടുള്ള കാഴ്ച നമ്മൾ കാണുന്നത്, ദിസ് കമ്പനി വാസ് ഡെയിലി ഫ്രീക്വൻലി വൺ ആഫ്റ്റർ വൺ ദ പ്രൈസ് വാസ് ഷൂട്ടിംഗ് ഡൗൺ. അങ്ങനെ 400 നിന്നും ഈ കമ്പനിയുടെ പ്രൈസ് 1 രൂപയുടെ അടുത്തേക്ക് എത്തി. അതായത് ഈ കമ്പനിയെ വാങ്ങാൻ പോലും പറ്റാത്തൊരു കമ്പനിയായി മാർക്കറ്റിൽ മാറുകയും പിന്നീട് പെട്ടെന്ന് ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പാണ് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത്. സോ 2008 ഈ കമ്പനിയുടെ പ്രൈസ് ഞാൻ 400 മേടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ക്രൈസിസിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഈ കമ്പനിയെ നമ്മൾ തൊടാതെ ഒട്ടും വാങ്ങാതെ നിന്നിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് വെൻ ഐ ആം ഒബ്സർവിങ് ദിസ് കമ്പനി ഫോർ ലോങ് റൺ, I realized that touching this company is like touching the fire. അതുകൊണ്ട് നമ്മൾ വളരെ വർഷങ്ങളോളം ഈ കമ്പനിയെ തൊടാതെ നിന്നിട്ടുണ്ട്. പക്ഷേ ആഫ്റ്റർ സം ടൈം എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ, ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ചില മാറ്റങ്ങൾ വരികയും മാനേജ്മെൻറ്റ് ഡിസിഷൻസിൽ കുറേ മാറ്റങ്ങൾ, വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ ചില രൂപത്തിൽ ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ കഴിവ് കൊണ്ട് തന്നെ ചില ഏരിയകളിൽ ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് ചലനം സംഭവിക്കാൻ തുടങ്ങുകയും ഇവർ മെല്ലെ മാർക്കറ്റിൽ എണീക്കാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് എന്നെപ്പോലുള്ള ആളുകൾക്ക് പെട്ടെന്ന് മാർക്കറ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. കാരണം എന്തൊരു മാറ്റം ഒരു കമ്പനിയിൽ വന്നാലും അതിൻ്റെ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് വരുന്നത് ആ കമ്പനിയുടെ ഷെയർ പ്രൈസിലാണ്. എങ്ങനെയാണ് ഷെയർ പ്രൈസിൽ ഇൻഫ്ലുവൻസ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ആ കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകൾ തന്നെ വാങ്ങിയാലും മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഈവൻ പുറത്തുള്ള ആളുകൾ ആ കമ്പനിയുടെ ഷെയർ വാങ്ങിയാലും നമുക്ക് പ്രൈസ് മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യാൻ കഴിയും. സോ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻസൈഡ് ട്രേഡിംഗ് ഓർ പീപ്പിൾ ഫ്രം ദ ലോക്കൽ മാർക്കറ്റ്, ബൈങ് പവർ കൂടി വരുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അങ്ങനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട്, സിൻസ് ലാസ്റ്റ് 2 years, I was closely watching this share and I was quite confident to touch this company for next level.
അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, ഞാനുമായി അസോസിയേറ്റ് ചെയ്ത ആളുകളോട് പേഴ്സണലി ഐ റെക്കമെൻഡഡ് ദിസ് ഷെയർ ടു ബൈ അറ്റ് ദ റേറ്റ് ഓഫ് ₹6. സോ 1 രൂപയിൽ നിന്നും 6 രൂപയിലേക്ക് വരുന്ന ആ ഒരു ട്രാൻസാക്ഷൻ പീരിയഡിൽ എങ്ങനെയാണ് ഈ കമ്പനിയുടെ പ്രൈസ് മൂവ്മെൻറ്റ് വരുന്നത് എന്ന് ഞാൻ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്ത ശേഷം അറ്റ് ദ റേറ്റ് ഓഫ് ₹6 വി സ്റ്റാർട്ടഡ് തിങ്കിങ് ടു ബൈ ദിസ് ഷെയർ. ആ ഷെയർ അന്ന് മേടിച്ച പല ആളുകളും ഇന്നും ആ ഷെയർ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ ഡിൻ ഗിവൺ ദ ഗോ ഹെഡ് ടു സെൽ ദിസ് ഷെയർ. പലപ്പോഴും അവർ എന്നെ വിളിച്ച് ചോദിക്കും, വാട്ട് ഐ ഹാവ് ടു ഡു വിത്ത് ദിസ് പ്രൈസ്, ഇറ്റ് ഹാസ് ഗിവൺ മീ മോർ ദാൻ 10 times നൗ. 6 രൂപക്ക് മേടിച്ച ഷെയർ 80 രൂപയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഇറ്റ് ഹാസ് ഗിവൺ ഹ്യൂജ് റിട്ടേൺ ടു ദിസ് പീപ്പിൾ. ബട്ട് സ്റ്റിൽ ഐ ടോൾഡ് ദം, യു ജസ്റ്റ് ഹോൾഡ് ഇറ്റ്, വിൽ ടേക്ക് എ ഡിസിഷൻ ആഫ്റ്റർ സം ടൈം. കാരണം നിങ്ങൾക്ക് ക്യാഷിന് അർജൻറ്റ് ഇല്ല എങ്കിൽ, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ടു ഇൻവെസ്റ്റ്, കീപ് ഇൻവെസ്റ്റഡ് ആൻഡ് വിൽ ടേക്ക് എ ഡിസിഷൻ ആഫ്റ്റർ സം ടൈം. ഇനി ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ കമ്പനിയെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് അനദർ വ്യൂ പോയിന്റ് ഐ ഹാവ് ഇൻ മൈൻഡ്. കാരണം കഴിഞ്ഞ ജൂൺ 2023 മുതൽ ഈ കമ്പനികളുടെ പ്ലഡ്ജ് ചെയ്ത എല്ലാ ലോൺ കാര്യങ്ങളും അവർ റിമൂവ് ചെയ്തിട്ട് ദിസ് കമ്പനി ബിക്കെയിം എ പെർഫെക്റ്റ് കമ്പനി നൗ. ഇപ്പോൾ അവർക്ക് 0 ആണ് അവരുടെ പ്ലഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ മറ്റ് ഏതൊരു നല്ല കമ്പനിയുടെ കൂട്ടത്തിലേക്ക് നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു നല്ല ബ്രാൻഡായിട്ട്, ഒരു നല്ല ഷെയർ ആയിട്ട് ഈ കമ്പനിയെ നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് പറയുന്നത്. കാരണം മറ്റുള്ള എല്ലാ അനാലിസിസ് നമ്മൾ നടത്തുമ്പോഴും ഈ കമ്പനിയുടെ പ്ലഡ്ജിങ് റേഷ്യോ വാസ് 80%. അപ്പോൾ ഇത്രയും വലിയൊരു ഹ്യൂജ് ഏരിയ പ്ലഡ്ജഡായി നിൽക്കുന്ന അവസരത്തിൽ ഈ കമ്പനിയുടെ ഷെയർ നമ്മൾ കൂടുതൽ വാങ്ങുക എന്നുള്ളത് ഇറ്റ് വാസ് ക്വൈറ്റ് റിസ്കി. ഈ ഒരു ഏരിയ നമുക്ക് ക്ലിയർ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സും പോസിറ്റീവായി വരുമ്പോൾ നൗ ദിസ് ഈസ് ദ ടൈം ടു തിങ്ക് ഓഫ് ദിസ് കമ്പനി ടു ഹോൾഡ് ഫോർ മോർ ആൻഡ് ലോങ്ങർ പീരിയഡ്. ഇവിടെയാണ് അടുത്ത മെക്കാനിസം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വളർന്നു വരുന്ന മേജർ കമ്പനികൾക്കെല്ലാം എനർജി പ്രോബ്ലം ഉണ്ട്. സോ ദേ ഹാവ് ടു യൂട്ടിലൈസ് ദിസ് കമ്പനി like wind energy. So company like ACC Cement, Adani Renewables, Aditya Birla Group, Bajaj, GAIL, Hero Motors, ITC, ONGC, Reliance, SBI, Tata, TVS, Vedanta, ഈ എല്ലാ കമ്പനികളും ആൾറെഡി സുസുലോണിൻ്റെ ക്ലയൻസ് ആയി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന എല്ലാ കമ്പനികൾക്കും, മേജർ കമ്പനികൾക്ക് എനർജി കട്ട് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടണമെങ്കിൽ ദ ഓൺലി സൊല്യൂഷൻ ഈസ് ദേ ഹാവ് ടു തിങ്ക് ഓഫ് യൂട്ടിലൈസിങ് സുസുലോൺ. അങ്ങനെ സുസുലോണിനെ യൂസ് ചെയ്യാൻ അവർ തീരുമാനിക്കുമ്പോൾ ഇവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൂടി വരികയും ഇവരുടെ നെറ്റ് റവന്യൂ വർഷാവർഷം വളരെ കൂടിയ ലെവലിലേക്ക് ഇനി മുന്നേറാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർക്ക് അധികം കോമ്പറ്റീറ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയെ നമ്മൾ വീണ്ടും നമ്മൾ തിരഞ്ഞെടുക്കാൻ പ്രധാന കാരണം. ഇവർക്ക് സോഫാർ 4 വെർട്ടിക്കലാണ് ഇവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് ഉള്ളത്. ഒന്ന് S144 ടർബൈൻ ജനറേറ്റർ, പിന്നെ S133 ടർബൈൻ ആൻഡ് S120 ടർബൈൻ ആൻഡ് ക്ലാസിക് ഫീറ്റ്. ഈ 4 കാറ്റഗറിയിലുള്ള ജനറേറ്റേഴ്സാണ് ഇവർ ഉപയോഗിക്കുന്നത്. ജോഗ്രഫി, അതുപോലെ അവിടുത്തെ ഏരിയയുടെ വിൻഡ് സ്പെസിഫിക്കേഷൻ, ഇതെല്ലാം അനുസരിച്ചാണ് ഇത്തരം S144 വേണോ, S133 വേണോ, S120 വേണോ, അതോ ക്ലാസിക് ഫ്ലീറ്റ് വേണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ആ ജോഗ്രഫിയുടെ വിൻഡ് സ്കോപ്പ് നോക്കിയിട്ടാണ്. സോ അതിനു വേണ്ടി അവർ കൂടുതൽ പഠനങ്ങൾ നടത്തുകയും കൂടുതൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ വരികയും ഇന്ത്യയിൽ ഏറ്റവും അധികം ഏകദേശം 13,000-ഓളം യൂണിറ്റുകൾ ഇവർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഈ ഗ്ലോബൽ ടേക്ക് ഓവർ അവർ ധാരാളം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും സുസ്ലോൺ എനർജിയുടെ ഗ്ലോബൽ റവന്യൂ എന്ന് പറയുന്നത് വെറും 6% മാത്രമാണ് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ മേജർ ഷെയർ എന്ന് പറയുന്നത് ബെനിഫിറ്റ്, അതായത് ഫ്യൂച്ചർ ഗോളുകളെല്ലാം സെറ്റ് ചെയ്യേണ്ട ബെനിഫിറ്റ് വരുന്നത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് മാത്രമാണ്. അതായത് 73% പ്രോഫിറ്റും അവർ മാനേജ് ചെയ്യുന്നതും പ്രോഫിറ്റ് നേടിയെടുക്കുന്നതും ഇന്ത്യയിലെ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ്. പിന്നെ റിമൈനിങ് പ്രോഫിറ്റ് അവർ നേടിയെടുക്കുന്നത്, നമ്മളൊരു പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ മെയിൻ്റനൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. സോ ഇതിന് 2 വെർട്ടിക്കലിലാണ് ഈ കമ്പനിയുടെ പ്രോഫിറ്റ് വരുന്നത്. ഒന്ന് ഇൻസ്റ്റാളേഷൻ, ദാറ്റ് കംസ് അറൌണ്ട് 73%, ആൻഡ് റിമൈനിങ് ഫ്രം ദ മെയിൻ്റനൻസ്, ദാറ്റ് ഈസ് 27%. സോ 100% നമ്മുടെ ലോക്കൽ മാർക്കറ്റിലെ പ്രോഫിറ്റിനെ കൊണ്ടു ചെന്നാൽ ഇപ്പോഴും ഒരു 70-30 റേഷ്യോയിലാണ് ഇവരുടെ ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റനൻസുമായിട്ടുള്ള പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് കൺസ്റ്റന്റ് ഗ്രോത്ത്. ഇവിടെയാണ് നമ്മുടെ ഒരു പോയിന്റ് വൈ വി ഷുഡ് തിങ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ സുസലോൺ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഇതേ വെർട്ടിക്കലിൽ വർക്ക് ചെയ്യുന്ന 2-3-4 കമ്പനികളെ ഞാൻ നോക്കാം. ഇവിടെ ഒരു കമ്പനിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ദാറ്റ്സ് കോൾഡ് ക്രോംപ്ടൺ ഗ്രീവ്സ്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 440 റുപ്പീസ്. പിന്നെ ഇനോക്സ് വിൻഡ് എന്ന കമ്പനി ഉണ്ട് ഇന്ത്യയിൽ. അത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന റേറ്റ് വിച്ച് ഈസ് അറൌണ്ട് 200 റുപ്പീസ്. മറ്റൊന്നാണ് ട്രിവേനി ടർബൈൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈസ് 800 റുപ്പീസ് ആവറേജ്. അതുപോലെ വി-ഗാർഡ് ഇൻഡസ്ട്രീസും, നമ്മുടെ കേരളത്തിലെ ബ്രാൻഡായ വി-ഗാർഡ് ഇൻഡസ്ട്രീസും ഇതുപോലെ തന്നെയാണ്. ഇത്തരം ജനറേറ്ററുകളുടെ ടർബൈൻ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ പ്രൈസ് എന്ന് പറയുന്നത് 500 റുപ്പീസാണ്. ഇതേ സെക്ടറൽ പെർഫോമൻസ് നോക്കുമ്പോൾ, ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കമ്പനികളുടെയും മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിലോ 30,000 crores. പക്ഷേ സുസലോൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇസ് മോർ ദാൻ 1 lakh crore ആണ്. അത് 1 ലക്ഷം കോടിക്ക് മേലെയാണ് ഇവരുടെ മാർക്കറ്റ് ക്യാപിറ്റൽ. സോ ഈ 4 കമ്പനികളും ചേർന്നാലും സുസലോൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലിൻ്റെ അത്രേ വരുന്നുള്ളൂ. സോ ഇറ്റ് ടേക്സ് ലോങ് ടൈം ടു ഗെറ്റ് എ പ്രോപ്പർ കോമ്പറ്റേറ്റർ ഫോർ ദിസ് സുസലോൺ ഇൻ ദ മാർക്കറ്റ്. പിന്നെ മറ്റു ചില കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്, ലെറ്റ് മീ ലുക്ക് സം ഡീറ്റെയിൽസ്. സീമെൻസ്, ABB, CG പവർ ആൻഡ് ഇൻഡസ്ട്രീസ്, BHEL, ഹിറ്റാച്ചി എനർജി, ഇതെല്ലാം ഡയറക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നുണ്ട് എങ്കിൽ പോലും ഈ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച് നോക്കിയാൽ നമുക്ക് വളരെ സസ്റ്റൈനബിൾ പ്രോഫിറ്റ് നൽകുകയും നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്പനിയായി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് സുസലോൺ എനർജി എന്ന് പറയുന്നത്. So this is all about Susalon Energy. Now the question is, what is the trend now? ഇപ്പോൾ സുസലോണിൻ്റെ പ്രൈസ്, ഇന്നത്തെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് it is trading between 75 and 80 rupees. ഇന്നത്തെ ഹൈ എന്ന് പറയുന്നത് 79-80 rupees ആണ്. സോ ഫ്ലക്ച്വേഷൻ ഈസ് അറൌണ്ട് 4 rupees per day ആൾമോസ്റ്റ്. പക്ഷേ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് ചോദിച്ചാൽ, നൗ അറ്റ് ദിസ് മൊമെന്റ് ഫോർ സം ടൈം, ഫോർ അനദർ 2-3 weeks or 1 or 2 months, the price of 75 can be reversed back. കുറച്ച് താഴോട്ട് വരാനാണ് ട്രെൻഡ് ഉള്ളത്. പക്ഷേ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ, അതായത് കുറച്ച് ഷോർട്ട് ടൈം ഇൻവെസ്റ്റർക്ക് നിങ്ങളുടെ ഈ ഒരു വില നിലവാരം നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു ഗെറ്റ് എ പ്രോഫിറ്റ്. പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന നിലക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള എല്ലാ കമ്പനികളുടെ വില നിലവാരം 400-800 എല്ലാം പോയി നിൽക്കുമ്പോൾ ഈ കമ്പനിയുടെ വില എന്ന് പറയുന്നത് ഇപ്പോഴും അൺനോട്ടീസ്ഡ് ആണ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴും അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സുസലോൺ എന്ന് പറയുന്നത്. സോ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് നിങ്ങൾക്ക് പരിഗണിക്കണമെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് കമ്പനി. ബട്ട് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഈ കമ്പനിയുടെ പ്രൈസ് സിൻസ് ലാസ്റ്റ് 2 years ഫ്രം 6 to 80 rupees വന്ന് നിൽക്കുമ്പോൾ
there's a chance that the price can go little back, but it will bounce back. ഒരു 2 വർഷത്തേക്ക് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നിങ്ങൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ you will get 3 or 4 times bigger return from this company. ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഗുഡ് എലമെൻ്റ് എന്ന് പറയുന്നത്. പ്രൈസിങ് ഡീറ്റെയിൽസ് എല്ലാം നോക്കുമ്പോഴും മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സ് നോക്കുമ്പോഴും this is a very good company which has huge cash reserve and potential to grow in this market locally and internationally. So this is all about Suzlon Energy. People who really wants to invest in a very good company for long run, and you want to make multiple returns in 1 or 2 years time, this can be considered. We, Equity India and Research, we already invested in this company and we are focusing in it to grow our investments. നമ്മുടെ ധാരാളം ഫ്രണ്ട്സ് they are holding more than 10 times profits in this because they got an opportunity to invest at the rate of 6 rupees. So that was given to few people in my list. Now it is open to all the people that it's a good company, you can choose and invest. So again, let me give the footnote or instruction that any investment you do with mutual funds and stock market, it is highly involved risk elements. So take care of your investments, take your own decision. If you like it, think of investing in such good companies or stay away with the money you have. I will come again with another interesting video. Thank you very much.